വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്നറിയോ? ഇന്ന് December 24th ആണ്. ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഡേ ഒന്നുമല്ല, പക്ഷേ ഒരു 1 hour കഴിഞ്ഞ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് ക്രിസ്മസ് ആണ്. ഇപ്പോൾ സമയം 11 മണി ആയിട്ടുണ്ട്. 24-ാം തീയതി 11 മണി രാത്രിയാണ് കേട്ടോ. ഒരു 1 hour കഴിഞ്ഞ് ക്രിസ്മസ് ആയി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം എനിക്ക് വട്ടാണ്, കാരണം ക്രിസ്മസ് വ്ളോഗിന് ഇൻട്രോ ഞാൻ ഒരു 1 hour മുന്നേ, ക്രിസ്മസിൻ്റെ ഒരു 1 hour മുന്നേ എടുത്ത് വെക്കുകയാണ്. ഒരിക്കലല്ല, കാരണം ഇന്ന് ഞാൻ റെഡി ആയിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്. തൊട്ടടുത്താണ് പാലയൂർ പള്ളി ഉള്ളത്. നമ്മൾ എല്ലാ കൊല്ലം ക്രിസ്മസിന് അന്ന് രാത്രി അവിടെ പോവാറുണ്ട്, പുൽക്കൂട് കാണാനും പിന്നെ അവിടുത്തെ സെലിബ്രേഷനിൽ പങ്കെടുക്കാനും ഒക്കെ ആയിട്ട്. സോ നമ്മൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ഒരു 1 hour ഇനി ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ നമ്മളൊരു 11:30 ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഒരു 5-10 മിനിറ്റേ ഉള്ളൂ, തൊട്ടടുത്താണ് പള്ളി ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു വ്ളോഗ് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്, ക്രിസ്മസ് വ്ളോഗ്. പിന്നെ അത് ഹെയർ ബുക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മേടിച്ചിട്ട് അധികം വെച്ചിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം. നമുക്ക് അങ്ങനെ ക്രിസ്മസിൻ്റെ റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ഇത് നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബോ ആണ്. ഇത് ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ കൈ പിടിക്കും കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ ഹെയർ ഒന്ന് കെട്ട് കളയാൻ വിചാരിച്ചു. വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നുമില്ല, കാരണം രാത്രി 12 മണിയാണ്. അപ്പോൾ പിന്നെ അധികം അങ്ങോട്ട് കാര്യമായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എന്നാലും ഞാൻ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ പോകാറുള്ളൂ എവിടേക്ക് പോകുമ്പോഴും. സോ ആദ്യം ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ഹെയർ ചിലപ്പോൾ അഴിച്ചിടുകയായിരിക്കും കേട്ടോ, കാരണം ഹെയർ ബോ വയ്ക്കും ചിലപ്പോൾ. സോ ഹെയർ ഞാൻ അഴിച്ചിടുകയാണ്. ചിലപ്പോൾ ഞാൻ ഹെയർ ബോ എടുത്ത് മാറ്റും കേട്ടോ. അതൊക്കെ എൻ്റെ അപ്പുറത്തെ ഒരു മൈൻഡ് പോലെ ഇരിക്കും. ഓക്കെ, ഞാനും അച്ഛനും കൂടിയിട്ടാണ് കേട്ടോ പോണത്, അമ്മയില്ല. സോ ഗൈസ്, ഇപ്പം ഞാനിവിടെ നോക്കിയപ്പോൾ ഒരു മേക്കപ്പിൻ്റെ സാധനവും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു എല്ലാം താഴെയാണെന്ന്. സോ താഴെ പോയിട്ട് റെഡി ആവാം. ലിപ്സ്റ്റിക്ക് എന്തായാലും അപ്ലൈ ചെയ്യണം, ബ്ലഷും ഞാൻ അപ്ലൈ ചെയ്യും. പിന്നെ നൈറ്റ് അല്ലേ, കുറച്ചൊന്നും കൂടെ തിളങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈലൈറ്ററും കൂടി അപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ താഴെ പോകും. ബ്ലഷൊക്കെ ഇടാണ് കേട്ടോ. ബ്ലഷും ലിപ്സ്റ്റിക്കും ഇല്ലാണ്ട് എനിക്കിപ്പോൾ എവിടേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ തുടങ്ങിയിട്ടുണ്ട്. ബ്ലഷ് അപ്ലൈ ചെയ്തു, ഇനി ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഇത് ഏതാണ്? ഫേസസ് കാനഡയുടെ ഹൈലൈറ്ററാണ് കേട്ടോ. തിളങ്ങുന്നുണ്ട്. നൈറ്റൊക്കെ ഞാൻ എപ്പോൾ പുറത്തേക്ക് നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യും കേട്ടോ, കാരണം നൈറ്റ് ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് ഫേസൊക്കെ. ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട് കേട്ടോ, കാരണം ലിപ് ലൈനർ മാത്രമായിട്ട് ചെയ്യുമ്പോൾ എന്തോ ഒരു ഫുള്ളായപ്പോൾ തോന്നില്ല. അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്യാൻ ചോദിച്ചു. മേക്കപ്പ് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അച്ഛനതിവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, പോകാനായിട്ട് ധൃതി പിടിച്ചിട്ട്. അപ്പോൾ എൻ്റെ സ്കിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്ലോയിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത കാരണം. പിന്നെ ഇതാണ് ഞാനിട്ട ഡ്രസ്സ് കേട്ടോ, റെഡ് ആൻഡ് ഗ്രീൻ ഡ്രസ്സാണ്. ഒരു ക്രിസ്മസ് തീമാണ് ഞാൻ സെറ്റ് ചെയ്തത്. പിന്നെ ഇതാണ് എൻ്റെ പുൽക്കൂട് ഞാൻ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി കേട്ടോ, ക്രിസ്മസ് അല്ലേ. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ ബാക്കി വ്ലോഗിൽ ഉൾപ്പെടുത്താം കേട്ടോ. അടച്ചിട്ടുണ്ടായിരുന്നില്ല ഷെൽഫ്. ഞാനിവിടെ ഹെയർ സ്റ്റൈൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോയി. ഹെൽമെറ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഹെൽമെറ്റ് ഉണ്ടാകുന്നു. ഒരു വട്ടം പോലീസ് പിടിച്ചപ്പോൾ പേടിയായിട്ടാവും. ഹെയർ ബാഗ് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ വയ്ക്കും. എൻ്റെ വണ്ടിയിലാണ് കേട്ടോ പോണേ. ഞങ്ങളുടെ സ്റ്റാർ കണ്ടോ? ഇതാണ് കേട്ടോ പാലയൂർ പള്ളി. എല്ലാ കൊല്ലവും ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങൾ പുലർച്ചെ, അതായത് 24-ാം തീയതി ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ വരും. 25-ാം തീയതി നമ്മളൊരു 12:30-1 മണി വരെ നമ്മൾ പള്ളിയിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇവിടുത്തെ ലൈറ്റും അതുപോലെ തന്നെ പാട്ടും എല്ലാം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പുൽക്കൂട് കാണും. ഇവിടെ വലിയ പുൽക്കൂടാണ് സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പുൽക്കൂട് ഇവിടുത്തെയാണ്. ഞാൻ അധികം പുൽക്കൂട് കാണാൻ പോയിട്ടുമില്ല. പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയിലത്തെ പുൽക്കൂടല്ല നമ്മൾ കാണാം. അപ്പോൾ ഇവിടുത്തെ പുൽക്കൂടാണ് നമ്മൾ എല്ലാ കൊല്ലവും കാണാറുള്ളത്. ഈ പള്ളിക്ക് കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അറിയണത് ഞാനിതിൽ പറയാം. ഈ പള്ളി സെൻറ് തോമസ് ലീഹ സ്ഥാപിച്ച പള്ളിയാണ് കേട്ടോ. AD 52 സെൻറ് തോമസ് ലീഹ 7 പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ഒരു പള്ളിയായിട്ടാണ് പാലയൂരുള്ള ഈ സെൻറ് തോമസ് പള്ളി അറിയപ്പെടുന്നത് കേട്ടോ. പള്ളിയുടെ അകത്തും കുറേ കാണാനുണ്ട് കേട്ടോ, പക്ഷേ ഇന്ന് നല്ല തിരക്കായിരുന്നു, കുർബാനയൊക്കെ ഉള്ള കാരണം. സോ പള്ളിയുടെ അകത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റി. 12 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് പടക്കം പൊട്ടലും അതുപോലെ തന്നെ മേശപ്പൂ കത്തിക്കലൊക്കെ ആയിരുന്നു. ആ ഒരു ടൈമിൽ പള്ളിയിൽ നിന്ന് ഉണ്ണീശോനെ പുറത്തേക്ക് കൊണ്ടുവന്നു കേട്ടോ, പുൽക്കൂട്ടിൽ വെക്കാനായിട്ട്. പുൽക്കൂട് പുറത്താണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് കേട്ടോ പുൽക്കൂട്, അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. ഉണ്ണീശോനെ ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് നാട്ടുകാർക്കൊക്കെ ഉള്ളിൽ കയറി കാണാൻ പറ്റുള്ളൂ കേട്ടോ.
അങ്ങനെ നമ്മൾ പുൽക്കൂട് കണ്ടത് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ ഉണ്ണീഷിനൊക്കെ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പുൽക്കൂട് സെറ്റ് ചെയ്തത് കാണാനായിട്ട്. എല്ലാ പ്രാവശ്യവും നല്ല ഭംഗിയിലാണ് കേട്ടോ ഒരു പുൽക്കൂട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ പള്ളിയിലത്തെ പുൽക്കൂട് നമ്മൾ കണ്ടില്ലേ, ഇനി പള്ളിയുടെ സമീപത്തുള്ള വീടുകളിൽ പുൽക്കൂട് മത്സരം ഉണ്ടാവും. അപ്പോൾ അതിൽ സെക്കൻഡ് കിട്ടിയ വീട്ടിലെ പുൽക്കൂട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ആ സൈക്കിൾ കണ്ടു? ആ സൈക്കിളാണ് ഈ മലയുടെ ബാക്കിലുള്ളത് കേട്ടോ. അവരങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇത് ഞങ്ങളുടെ കളരിയിൽ പഠിക്കുന്ന ചേട്ടൻ കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു പുൽക്കൂടാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ പുൽക്കൂട് കാണാൻ വരാറുണ്ട്. ഇവരുടെ പുൽക്കൂടിന് എല്ലാ കൊല്ലവും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം സെക്കൻഡാണ് കിട്ടിയത്. ഒരു വട്ടം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു വട്ടം അല്ല അതിന് കൂടുതൽ വട്ടം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഓരോ ബിൽഡിങ്ങും നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണ് കേട്ടോ ചെയ്തെടുത്തേക്കുന്നത്. ഇതെല്ലാം അവർ കുറേ ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന സെയിം സാധനങ്ങൾ തന്നെയാണ്. അവർ സേഫായിട്ട് വെക്കുന്ന കാരണം ഒരു കുഴപ്പമില്ലാണ്ട് അവർക്ക് അടുത്ത പ്രാവശ്യം കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. സെക്കൻഡാണ് കിട്ടിയത്. അവർക്ക് ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പള്ളിയിൽ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വന്നുകൊണ്ട് തന്നെ കിടക്കാൻ നല്ലൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മേക്കപ്പ് ഇട്ട് കിടക്കണ്ട എന്ന് വെച്ചിട്ട് ഞാൻ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തു. പക്ഷെ ഡ്രസ്സൊന്നും മാറിയില്ല കേട്ടോ. അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ എൻ്റെ എല്ലാ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് ആണ്, December 25th. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് അടുത്ത ഇയർ സെലിബ്രേറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു ചെറുതായിട്ടൊക്കെ. നമ്മൾ ഇന്നലെ രാത്രി പള്ളിയിൽ പോയി, പുൽക്കൂട് കണ്ടു, ഉണ്ണീഷിനെ വെക്കണത് കണ്ടു, എല്ലാം കണ്ടു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാനും, അതുപോലെ തന്നെ ഇതിലെ ഒരു എന്താ പറയുക ഒരു പാട്ടാവാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാനതെല്ലാം കണ്ടു. കാരണം ഞാൻ പഠിച്ചത് KG തൊട്ടിട്ട് 10th വരെ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യത്തിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് എനിക്ക്. പുൽക്കൂട് കാണാൻ പോകാനായാലും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനായാലും ഭയങ്കര ഇൻട്രസ്റ്റാണ്. സോ ഇന്നലെ പോയി എല്ലാം കഴിഞ്ഞു ഭംഗിയായിട്ട്. രാത്രി ഒരു 12:45 വന്നത്. വന്നുകൊണ്ട് തന്നെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ല കേട്ടോ. അങ്ങനെ തന്നെ കിടന്നുറങ്ങി. മേക്കപ്പ് ഫുൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും എൻ്റെ ഫേസിൽ മേക്കപ്പ് ഇട്ടിട്ട് കിടന്നുറങ്ങാറില്ല. പിന്നെ അത്രയും വയ്യ എനിക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ അത്രയും പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ രാവിലെ എനിക്ക് ഒരു 8:30 ആകുമ്പോൾ എണീറ്റു. മേല് കഴുകി, ഹെയർ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടോ ജട പിടിച്ച പോലെ കിടക്കുന്നുണ്ട് ഹെയർ. ഒതുക്കി കെട്ടണം. ഇന്നലെ ഹെയർ വാഷിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പിന്നെ ഹെയർ വാഷ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഒരു കുർത്തയാണ് ഇട്ടേക്കണത്. ഒരു റെഡും ബ്ലൂ അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള കളർ ഫ്ലവറാണ്. റെഡ് ഇട്ടു കാരണം ക്രിസ്മസ് ആണ്. ഞാൻ വേറൊരു ഡ്രസ്സ് ഇടാനാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. വെയിറ്റ്. ഈ ഒരു ഡ്രസ്സ് ഇത് ഫുൾ ക്രിസ്മസ് തീമിലുള്ളൊരു ഡ്രസ്സാണ്. പിന്നെ ഞാൻ വേണ്ട വിചാരിച്ചു. കാരണം ഇത് പാൻറ്റാണ് ടോപ്പ്. ഇതിൻ്റെ ടോപ്പ് ഞാനൊരു റെഡ് എപ്പോഴും ഇതിൻ്റെ കൂടെ ഇടാറുണ്ട്. ആ ടോപ്പ് ഞാൻ എത്ര തപ്പിയിട്ട് എനിക്ക് കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ വേണ്ട, ഇന്നിപ്പോൾ ഈ ഡ്രസ്സ് ഇടാം. കാരണം ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടാകും ഒരു വട്ടം കണ്ടിട്ടുള്ളൂ. നമ്മുടെ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ സ്റ്റോറിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സാണ്. പക്ഷേ ഞാൻ അധികം സ്റ്റോക്കൊന്നും ഇറക്കിയിട്ടില്ല. 1-2 ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 1-2 ഡ്രസ്സ് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അപ്പോൾ ഇതിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ലെഗിൻസാണ് പെയർ ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ താഴത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കളരിയത്തെ സ്റ്റുഡൻസ്, ക്രിസ്ത്യൻ സ്റ്റുഡൻസ് കേക്ക് കൊണ്ടുവരും. സീനിയർ സ്റ്റുഡൻസ് അത് കുറേ കാലങ്ങളായിട്ടുള്ളത്. അതായത് ഇപ്പം ഞങ്ങളുടെ സീനിയർ സ്റ്റുഡൻ്റായ അലക്സേട്ടൻ, എബ്രഹാം, അതുപോലെ തന്നെ അജീഷേട്ടൻ, ഇവരൊക്കെ എല്ലാ കൊല്ലം കേക്ക് കൊണ്ടുവരും ക്രിസ്മസിൻ്റെ അന്ന് നമുക്ക് കളരിയിൽ. അപ്പോൾ കുറേ 2-3 കേക്കൊക്കെ കൊണ്ടുവരാം ഓരോരുത്തർ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കും. പിന്നെ ഞങ്ങളുടെ എല്ലാവരും വീടുകൾക്ക് കൊടുക്കും. അപ്പോൾ വീടുകൾക്ക് കിട്ടിയ കേക്ക് ഉണ്ട്. അപ്പോൾ അത് കേക്ക് കഴിക്കണം. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. എന്തായാലും പുൽക്കൂട് എന്ന് പറയണം. പുൽക്കൂട് നമ്മൾ ഇപ്രാവശ്യം സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അടുത്ത പ്രാവശ്യം സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെയായിട്ട് പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ വീട്ടിൽ. അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ സെറ്റ് ചെയ്യുന്നതല്ലാണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടേ ഇല്ല. നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ക്രിസ്മസ് ട്രീ ഇവിടെ മേലെയാണ് ഇരിക്കേണ്ടത്. സോ അത് താഴെ കൊണ്ടുപോയി ഫ്രണ്ടിൽ വെക്കണമെന്നുണ്ട്. ക്രിസ്മസ് അല്ലേ, അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കണമെന്നുണ്ട്. സോ
ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷായിരുന്നു. നൂൽപ്പിട്ടും അതുപോലെ തന്നെ വെള്ളക്കടലക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. അച്ചമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചമ്മയുടെ കൂടെ കുറേ നേരം സംസാരിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അച്ചമ്മ എന്തൊക്കെയോ കാര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മോടായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അച്ചമ്മയോട് ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അച്ചമ്മ ഒരു ഹായ് തന്നിട്ടുണ്ട്. ഞാനും അവരുടെ വർത്തമാനത്തിൽ കൂടിയിട്ട് അങ്ങനെ നമ്മൾ കുറേ നേരം സംസാരിച്ചിട്ടൊക്കെയാണ് ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിച്ചിട്ട് വേണം എനിക്ക് ക്രിസ്മസ് ട്രീ താഴത്തേക്ക് കൊണ്ടുവരാനായിട്ട് കേട്ടോ. ക്രിസ്മസ് ട്രീ നമ്മൾ സ്റ്റെപ്പിൻ്റെ മേലെയാണ് വെച്ചേക്കുന്നത്, സ്റ്റെയർ കേസിൻ്റെ മേലെ. സോ അത് നമ്മളെടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവയ്ക്കണം കേട്ടോ. കാരണം ഇന്ന് ക്രിസ്മസ് അല്ലേ. അപ്പോൾ ഇത്രയും ദിവസം ഞാനത് വീടിൻ്റെ ഉള്ളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്നത് ഞാൻ പുറത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും 5 ഫീറ്റിൻ്റെ ക്രിസ്മസ് ട്രീ ആണ്. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നുണ്ട്. ഞാനൊരു ചെറിയ സ്റ്റൂളുമേ കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ എന്നെ സഹായിക്കേണ്ട എൻ്റെ കസിൻ വന്നിട്ടുണ്ട്. അവൻ കളറി പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നേരെ വരവാണ് കേട്ടോ. അതാണ് ഡ്രസ്സിൻ്റെയൊക്കെ ചളിയായിട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തു. പിന്നെ ലൈറ്റ് ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ല, ലൈറ്റൊന്നും കാണാനില്ല, കാരണം ഓൾറെഡി വെളിച്ചാണ്. രാത്രി പിന്നെയും ലൈറ്റ് കാണും. ചെറിയ ചെറിയ ലൈറ്റ്സ് ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റാർ ഒരു 10-15 ദിവസം മുൻപേ തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റെഡ് കളർ സ്റ്റാറാണ് നമ്മൾ തൂക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് അച്ഛൻ്റെ സ്റ്റുഡൻറ്റ് അച്ഛന് കൊടുത്ത സ്റ്റാറാണ് കേട്ടോ. അത് ചെറുത് ക്രാഫ്റ്റ് ചെയ്തിട്ട് സ്റ്റാർ ഉണ്ടാക്കിയേക്കുന്നതാണ്. പിന്നെ കുക്കുവിന് ഈ ഒരു തൊപ്പി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ വെച്ച് കൊടുക്കാന്ന് വെച്ചപ്പോൾ അവൾക്ക് അത് പറ്റുന്നില്ല. അവൾക്ക് കടിക്കാനാണ് ആ തൊപ്പി വേണ്ടത്, വെക്കാൻ ആ തൊപ്പി വേണ്ട. അപ്പം ഞാൻ അമ്മയ്ക്ക് വെച്ച് കൊടുത്തപ്പോൾ അത് പറ്റില്ല, അവൾക്ക് ആ തൊപ്പി കടിക്കാൻ വേണം. അങ്ങനെ അമ്മയുടെ അടുത്ത് നിന്ന് അവൾ പിടിച്ച് വാങ്ങിയിട്ട് കടിക്കുകയായിരുന്നു കേട്ടോ തൊപ്പി. പിന്നെ ഞാനത് അവളുടെ അടുത്ത് നിന്ന് മേടിക്കാൻ നിന്നില്ല. പിന്നെ അവൾക്ക് വാശി കൂടും, ദേഷ്യം കൂടും, പിന്നെ അവൾ കുരയ്ക്കാൻ തുടങ്ങും, പിന്നെ കടിക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ അത് അങ്ങനെ നിന്നോട്ടെ വിചാരിച്ചു. ഇത് ഞാൻ അതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതാണ് ആ ക്യാപ്പ് ക്രിസ്മസ് ട്രീയിൽ ഉണ്ടായേക്കണത് കേട്ടോ. ഞാനത് സെറ്റ് ചെയ്യാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കുന് ഞാൻ ഹെയർ ബോ വെച്ച് കൊടുത്തു. ഇത് അവൾക്ക് ഇഷ്ടമായോ ചോദിച്ചാൽ ഇഷ്ടമായി, എന്നല്ല ചോദിച്ചാൽ അല്ല, അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം വെച്ചത് അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ അറിഞ്ഞത്. പിന്നെ കേക്ക് കഴിക്കാനിരുന്നു. ക്രിസ്മസ് ആയാൽ പിന്നെ കേക്ക് വേണ്ടേ. അങ്ങനെ കേക്ക് നമ്മുടെ അടുത്ത് കുറേ തരം കേക്ക് ഉണ്ട്. ക്രീം കേക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു കേട്ടോ. ഓൾമോസ്റ്റ് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞു. പിന്നെ പ്ലം കേക്ക് അച്ഛൻ്റെ സ്റ്റുഡൻറ്റ് ഉണ്ടാക്കിയൊരു കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ സ്റ്റുഡൻറ്റ് കൊണ്ടുവന്നൊരു കേക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കണ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കരമായിട്ട് സ്വീറ്റ്സ് അതുപോലെ തന്നെ കേക്കൊക്കെ കഴിക്കുന്ന ഒരാളാണെന്ന്. ഒരിക്കലുമല്ല. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്തൊരു ഐറ്റമാണ് സ്വീറ്റ്സ്. പക്ഷേ ഒരു ടൈം ഞാനിങ്ങനെ കഴിച്ചാൽ എനിക്കിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും കേട്ടോ. ഇപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ കഴിക്കണമെങ്കിൽ നാളെ ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് പോലും പോകില്ല. കേക്ക് എന്ന് പറഞ്ഞ സാധനമേ എനിക്ക് ഇഷ്ടമില്ലാത്ത പോലും ഞാൻ കാണിക്കുന്നുണ്ടാവുക കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കേക്ക്. എനിക്ക് തോന്നുന്നു ഇത് പുഡിങ്ങും അല്ല പ്ലമ്മും അല്ല, അങ്ങനത്തെ ഒരു കേക്കായിരുന്നു കേട്ടോ. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കേക്കാണ് കേട്ടോ. പ്ലം കേക്കാണ്, അച്ഛൻ്റെ സ്റ്റുഡൻറ്റ് ഉണ്ടാക്കിയൊരു കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹോം മെയ്ഡ് ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് വരുമല്ലോ എപ്പോഴും. അത് ഞാൻ കഴിച്ചു കേട്ടോ ഇരുന്നിട്ട്. അത് ഞാൻ 2-3 പീസ് കഴിച്ചു. സാധാരണ ഞാൻ പ്ലം കേക്കൊന്നും കഴിക്കാറില്ല. ക്രീം കേക്കാണ് പിന്നെയും ഒരു പീസൊക്കെ എടുത്ത് കഴിക്കാറുള്ളത്, അല്ലെങ്കിൽ അതും കഴിക്കില്ല കേട്ടോ. ഇപ്രാവശ്യം എന്തോ പ്ലം കേക്കാണെങ്കിൽ ഞാൻ കൂടുതലും കഴിച്ചേക്കണത് കേട്ടോ. അങ്ങനെ അത് കഴിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സാധനം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ വിച്ചു എനിക്ക് പോളണ്ടിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫെററോ റോച്ചർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു. അങ്ങനെ അത് കഴിച്ചിരുന്നപ്പോഴേക്കും അമ്മ പറഞ്ഞു ലഞ്ച് റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി പറഞ്ഞു. കാരണം ചോക്ലേറ്റ് കഴിച്ചിട്ട് ഇരുന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ലഞ്ച് കഴിക്കാനുള്ള ഒരു മൂഡ് എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ലഞ്ച് കഴിക്കാനിരുന്നു. ഇന്ന് മീൻ കറിയും മീൻ വറുത്തതും ചോറും ഉപ്പേരിയും പിന്നെ പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു പൂതി തോന്നും സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കഴിക്കാനായിട്ട്. സോ അതിലാണ് കഴിച്ചത്. ചോറുണ്ട് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തപ്പോഴേക്കും എന്താ ചായയുടെ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കേക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കഴിയണ വരെ ഇത് തന്നെയായിരിക്കും കേട്ടോ എപ്പോഴും. എന്തായാലും കേക്ക് ഒരു പീസ് എടുത്ത് കഴിച്ചു. ഞാൻ പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് എന്തോ വീട്ടിൽ നിന്നിട്ട് ഭയങ്കര ബോറടിക്കണ പോലൊക്കെ ഫീൽ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തേക്ക് ഇറങ്ങാമെന്ന്. എനിക്കാണെങ്കിൽ 2-3 സാധനങ്ങൾ മേടിക്കാനുണ്ട്. 2-3 സാധനങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. ഹെൽമെറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇതെൻ്റെ വണ്ടിയിലുള്ള കവറാണ് കേട്ടോ. കറണ്ടിൽ വയ്ക്കണം. പോവാം. ബാഗ് തൊട്ടാം. എനിക്ക് വേണ്ട ആ 2-3 സാധനങ്ങൾ ഞാൻ മേടിച്ചതിന് ശേഷം ഞാൻ ഒരു ബേക്കറിയിൽ കയറിയിട്ടോ ഐസ്ക്രീം മേടിക്കാനായിട്ട്. എനിക്കെന്തോ ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കരമായിട്ടൊരു പൂതി. അപ്പോൾ ഐസ്ക്രീം നോക്കിയപ്പോൾ എല്ലാം എനിക്ക് തോന്നുന്നു ഒരേ ബ്രാൻഡിൻ്റെയാണ് ഞാൻ അവിടെ കണ്ടത് കേട്ടോ. എന്നിട്ട് ഞാൻ ഫൈനലി ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇതാണ് ഞാൻ സെലക്ട് ചെയ്തു കേട്ടോ. ക്യാമറയുടെയാണ് എല്ലാം അവിടെ കണ്ടേ തോന്നുന്നു. അങ്ങനെ അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ തൊട്ടപ്പുറത്ത് കടയിൽ ഇതാ ഷോർട്സും ടീഷർട്ടൊക്കെ കേട്ടോ. ഷോർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം രാത്രി ഞാൻ മിക്കപ്പോഴും ഷോർട്സാണ് ഇടുക, അല്ലെങ്കിൽ നൈറ്റി. എനിക്ക് അത്രയും കംഫർട്ടുള്ള ഡ്രസ്സ് വേറെ ഇല്ല. അപ്പോൾ ഞാൻ 2-3 ഷോർട്സ് നോക്കി. ഞാൻ പ്ലെയിനാണ് ആദ്യം നോക്കിയത്, പക്ഷേ ഞാൻ ഫൈനലി പ്രിൻ്റ് ഉള്ളതാണ് സെലക്ട് ചെയ്തിട്ട്. അതായത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഷോർട്സാണ് ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ ഞാൻ 2-3 ടീഷർട്ടും ഞാൻ സെലക്ട് ചെയ്തു കേട്ടോ. അവിടെ നിന്ന് അതൊക്കെ മേടിച്ച് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അച്ചമ്മയ്ക്ക് ഞാൻ ഐസ്ക്രീം കൊടുത്തു. ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ക്യാമറയുടെ ഈ ഒരു സാധനം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത്.
എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ക്രിസ്മസ് ആയിട്ട് ഇനി എവിടേക്ക് പോകാനൊന്നുമില്ല, രാത്രി ഡിന്നർ കഴിക്കുക കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു ക്രിസ്മസ് അങ്ങനെയാണ് കേട്ടോ. ക്രിസ്മസ് ലൈറ്റൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ ഉമ്മറത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. സോ അത് ഓഫാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. എന്തായാലും ക്രിസ്മസ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ പ്രാവശ്യത്തെയും പോലെ പള്ളിയിൽ പോയി ഉണ്ണീഷിനെയൊക്കെ കണ്ടു തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് കേക്കൊക്കെ കഴിച്ച്. അപ്പം ഞങ്ങളുടെ ഒരു ക്രിസ്മസ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.